ബിഗ് ബോസ് സീസൺ 6 അവസാനിക്കാനായിരിക്കുന്നു. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ സീസൺ 6. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് കണ്ടസ്റ്റൻസിനെ ഒരു രീതിയിലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥയാണ്. എപ്പോഴും ഓരോ ടാസ്കുകൾ കൊടുക്കുന്നു. ടിക്കറ്റ് ടു ഫിനാലെ ഓൾമോസ്റ്റ് 10 ടാസ്കുകളാണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ളത്. 10 ടാസ്കുകളിലും ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്ത ഒരാൾ ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ 5ലേക്ക് വരും. അതായിരിക്കണം ടിക്കറ്റ് ടു ഫിനാലെ. ഇപ്പോൾ എന്തായാലും ആ ടാസ്കുകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. ടാസ്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായി ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. അത് അർജുൻ ആയാലും ശ്രീതു ആയാൽ വരെ ടാസ്കുകൾ എല്ലാവരും അവരവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീതു അർജുൻ ഒക്കെ ഫൈനൽ 5ൽ വരില്ല എന്ന് പറയുന്നത് കാരണം ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ പങ്കെടുക്കാറില്ല. അവർ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ചു പോയി പതുക്കെ മാറിയിരിക്കുകയാണ്. ക്യാമറ അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, അത് അവർ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ട്രാക്ക് ഉള്ള രീതിയിലാണ് പുറത്ത് ഓടുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അവർ അതിന് പിറകെയാണ്. ഈ എവിക്ഷനിൽ മിക്കവാറും നോറയാകും പുറത്ത് പോകുക. എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഹേറ്റേഴ്സ് ഇപ്പോൾ നോറയ്ക്ക് കൂടിയിട്ടുണ്ട് ആഫ്റ്റർ ഫാമിലി. എന്താണെന്ന് വെച്ചാൽ ഫാമിലി റൗണ്ടിന് ശേഷം നോറ തന്റെ പാരന്റ്സിനെ മോശമായി ചിത്രീകരിച്ച് ക്യാമറയുടെ മുന്നിലും അല്ലാതെയും അവിടെയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ പോയി ഫാമിലി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. എന്നിട്ടും നോറ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മോശമായി പറഞ്ഞു. അത് അൻസിബ ഉള്ളപ്പോൾ അൻസിബ തുറന്നടിച്ച് പറഞ്ഞതാണ് നോറ, സമൂഹത്തിന് മുന്നിൽ നീ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തില്ലേ നിന്റെ ഫാദറിനെയും മദറിനെയും. അതുമല്ല ഓരോ കമന്റുകളൊക്കെ നോക്കുകയാണെങ്കിലും നോറയ്ക്ക് ഭയങ്കര ഹേറ്റേഴ്സ് കൂടുന്നത് പോലെ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ നോറ ഗെയിം കളിക്കുന്നുണ്ട്. തീരെ ഗെയിം കളിക്കാതെ അവിടെ നിൽക്കുന്നത് സായിയാണ്. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നുമില്ല, നിൽക്കാൻ വേണ്ടി സായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല. പിന്നെ എന്തിനാണ് അവിടെ സായിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? സീക്രട്ട് ഏജന്റ്, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ ഉള്ളിലേക്ക് പോയ ഒരാളാണ് സായി. സായി പറഞ്ഞതല്ല, ബാക്കിയുള്ളവർ ഒരുപാട് പ്രതീക്ഷിച്ചു, അതാണ് സത്യം. പക്ഷെ ഒന്നും നടന്നില്ല. വെള്ളത്തിൽ വരച്ച വര പോലെയായി പോയി സായി പോയത്. എന്തായാലും സായി എവിക്റ്റഡ് ആയാൽ നന്നായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി വീറും വാശിയോടുകൂടിയൊക്കെ ഗെയിം കളിക്കുന്ന ആളുകളാണ്. ജിൻഡപ്പൻ എന്ന് കണ്ടസ്റ്റൻസ് വിളിക്കുന്ന ജിൻഡോ ആൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ജാസ്മിൻ ആണെങ്കിൽ ഇപ്പോൾ ഒതുങ്ങിയതുപോലെയാണല്ലോ. എന്നാലും മാക്സ് ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാൻ ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. കാരണം ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോയ്ക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യണം. ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് എനിക്ക് ഞാൻ പഴയത് കഴിക്കില്ല, എനിക്ക് പുതിയ ഫുഡ് വേണം, ഓരോന്നും വെറുതെ ഇരുന്ന് തോണ്ടുകയാണെന്ന് പ്രേക്ഷകർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ജാസ്മിൻ മനസ്സിലായി ആ സത്യം. അതുകൊണ്ട് തന്നെ ജാസ്മിൻ തോണ്ടാൻ വല്ലാതെ നിന്നു കൊടുക്കാറില്ല. ഇപ്പോൾ നന്നായി കുതിച്ചു വരുന്ന ഒരാളുണ്ട്, അതാണ് സിജോ. സിജോയ്ക്ക് ഇപ്പോൾ ഒരുപാട് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട്. സിജോ ഒരുപാട് ന്യായമായ പോയിന്റ്സ് ാണ് പറയുന്നത്. ചുമ്മാ ചാടി കയറി വഴക്ക് കൂടുക, പ്രൊവോക്ക് ചെയ്യുക അല്ല, ഓരോരോ പോയിന്റ്സ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ചിന്തിക്കാൻ വേണ്ടി ഇട്ടു. അതുകൊണ്ട് തന്നെ സിജോ അടിപൊളിയായി ഗെയിം കളിക്കുന്നുണ്ട്. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.